ഒരു തുമ്മലിന് മുന്നോടിയായി നമ്മുടെ എയർവേ വാൽവ് അടഞ്ഞൊരു ക്ലോസ്ഡ് ചേംബറായി മാറുന്നു. നമ്മൾ നെഞ്ചുകൂടിനുള്ള പ്രഷർ സാധാരണ നമ്മൾ ശ്വാസം വലിക്കുമ്പോഴുള്ള മർദ്ദത്തേക്കാൾ 25 മടങ്ങ് വർദ്ധിക്കുന്നു. ഈ വർദ്ധിച്ച പ്രഷർ ഏകദേശം ഒരു 150 km/h സ്പീഡിൽ വായിലൂടെ പുറത്തോട്ട് പോകുമ്പോഴാണ് തുമ്മലുണ്ടാകുന്നത്. അപ്പോൾ ഈ തുമ്മലിൽ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഓരോ തുമ്മലിലൂടെയും ശരീരത്തിൽ നിന്ന് 40,000 മുതൽ 1,00,000 വരയ്ക്കുള്ള ഡ്രോപ്ലെറ്റ്സ് പുറത്തു പോയി എയർവേ ക്ലീൻ ആവുന്നു. അതോടുകൂടി ലക്ഷക്കണക്കിന് വരുന്ന ബാക്ടീരിയ, വൈറസുകളും മാലിന്യങ്ങളും ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. എന്നാൽ ഇതിൻ്റെ മറുവശത്ത് ഈ നെഞ്ചുകൂടിനുള്ളിലെ ഈ വർദ്ധിച്ച പ്രഷർ വായിലൂടെ പുറത്ത് പോവാതിരുന്നാൽ, പ്രത്യേകിച്ചും നമ്മൾ തുമ്മലൊതുക്കാൻ വേണ്ടി വായ പൊത്തിപ്പിടിച്ച് തുമ്മുമ്പോൾ മറ്റും ഈ പ്രഷർ മറ്റു ഭാഗത്തോട്ട് വ്യാപിച്ച് ചെവിയിലോട്ട് വ്യാപിച്ച് എയർ ഡ്രം ഡാമേജ് ആവുക, അല്ലെങ്കിൽ മേലോട്ട് വ്യാപിച്ച് കണ്ണിൻ്റെയും തലച്ചോറിലെയും രക്തക്കുഴൽ പൊട്ടി ബ്രെയിൻ ഇഞ്ചുറി വരെ സംഭവിക്കാവുന്ന അപകടമായേക്കാം. തുമ്മയിന് ശേഷം ദൈവത്തെ സ്തുതിക്കുന്നതിന്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, അതുവഴി ശരീരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രോഗാണുക്കൾ പുറന്തള്ളപ്പെട്ട് എയർവേ ക്ലീൻ ആവുന്നു എന്നുള്ളതും, മറുവശത്ത് തുമ്മൽ കൊണ്ട് സംഭവിക്കാവുന്ന അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതുകൊണ്ട്. എല്ലാവർക്കും നല്ലതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.